അരുന്ധതി. ഓർമ്മകളിൽ ഭയം നിറയ്ക്കുന്ന ചിന്തകൾ സമ്മാനിക്കുന്ന ഒരു പേര്. ഇതൊരു സാങ്കല്പിക കഥയാണ്. 70 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഈ കഥ നടക്കുന്നത്. അയ്യൻകാവ് എന്ന് പറയുന്ന ഒരു ഗ്രാമം. അവിടെ അയ്യപ്പൻ്റെ പ്രതിഷ്ഠയുള്ള ഒരു കാവും. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആവാം ആ സ്ഥലത്തിന് അയ്യൻകാവ് എന്ന് പേര് വന്നിട്ടുള്ളത്. എന്തായാലും നമ്മൾ പറഞ്ഞു വരുന്നത് ആ ഗ്രാമത്തിലെ പ്രതാപശാലിയായ രാജേന്ദ്രൻ തമ്പിയുടെ മകൾ ഭാനുമതിയെ പറ്റിയാണ്. അതീവ സുന്ദരിയായിരുന്നു ഭാനുമതി. ധാരാളം വിവാഹ ആലോചനകൾ വന്നു. പക്ഷേ അതൊന്നും രാജേന്ദ്രൻ തമ്പിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു പാവപ്പെട്ട ആളെ കൊണ്ട് മാത്രമേ ഭാനുമതിയെ വിവാഹം കഴിപ്പിക്കൂ എന്ന് തമ്പിക്ക് വാശിയുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്നും കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഒരു യുവാവുമായിട്ട് ഭാനുമതിയുടെ വിവാഹം ഉറപ്പിച്ചു. 1 മാസത്തിനുള്ളിൽ അവരുടെ വിവാഹവും കഴിഞ്ഞു. സന്തോഷപൂർണ്ണമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവർക്കൊരു കുഞ്ഞു പിറക്കുകയാണ്. അമ്മയെപ്പോലെ തന്നെ സുന്ദരിയാണ്. രാത്രിയുടെ 7-ാം യാമത്തിൽ അശ്വതി നാളിൽ പിറന്ന ആ സുന്ദരിക്ക് അവർ അരുന്ധതി എന്ന പേര് നൽകി. അന്ന് തന്നെയാണ് തമ്പിയുടെ ഇളയ സഹോദരൻ മരണപ്പെടുന്നതും. ഈ കുഞ്ഞ് ജനിച്ച ആ ദിവസം, ആ സമയം ആ കുടുംബത്തിലുള്ളവർക്ക് സന്തോഷത്തിൻ്റെ കൂടെ ഒരു ദുഃഖം കൂടി. ഇതുകൊണ്ട് തന്നെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ തമ്പി അവരുടെ കുടുംബ ജ്യോത്സ്യനെ കാണാൻ പോയി. അവിടെ നിന്നും രാജേന്ദ്രൻ തമ്പി മനസ്സിലാക്കിയത് ഞെട്ടിക്കുന്നൊരു വാർത്തയായിരുന്നു. തൻ്റെ കുടുംബം ശിഥിലമാകാൻ പോകുന്നത് ആ പെൺകുട്ടി കാരണമായിരിക്കും. അതുകൊണ്ട് ആ പെൺകുട്ടിയെ ഇല്ലാതാക്കണം. തമ്പി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നു. തിരിച്ചദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി. രാത്രിയായപ്പോൾ തമ്പി കിടക്കാനായി തുടങ്ങി. കുഞ്ഞിൻ്റെ ഭയങ്കരമായ കരച്ചിൽ തമ്പിക്ക് ഭയങ്കര അസ്വസ്ഥതയും. തമ്പിയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും ആ കുട്ടിയെ ഇല്ലാതാക്കണമെന്നുള്ള ദുഷ്ടചിന്ത വന്നു. എന്ത് ചെയ്യാം? സ്വന്തം ചെറുമകൾ എങ്ങനെ കൊല്ലും, എങ്ങനെ ഇല്ലാതാക്കും? ആ കുട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടി പലതും ചെയ്തു. വർഷങ്ങൾ കടന്നുപോയി. ഇനി 2 ദിവസം കൂടി കഴിഞ്ഞാൽ അവൾക്ക് 18 വയസ്സ് പൂർത്തിയാകും. തമ്പിയുടെ മനസ്സിൽ ഭയത്തിൻ്റെ അഗ്നി ആളി ജ്വലിച്ചുകൊണ്ടിരുന്നു. മറ്റൊന്നുമല്ല, ജ്യോത്സ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയാകുമ്പോഴേക്കും തമ്പി മരണപ്പെടുമെന്ന്. അത് കേട്ട് ഭയന്ന തമ്പി ഇനി 2 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ തനിക്ക്. എന്ത് ചെയ്യണം? ഇത്രയും നാൾ പലതും ചെയ്തു, ഒന്നും നടന്നില്ല. രണ്ടും കൽപ്പിച്ച് എന്തെങ്കിലും ഒരു അറ്റകൈ പ്രയോഗം നടത്തിയേ പറ്റൂ. അങ്ങനെ ഇരിക്കെയാണ് അയ്യപ്പൻകാവിൽ വൈകിട്ട് വിളക്ക് വയ്ക്കാൻ വേണ്ടി അരുന്ധതിക്കുട്ടി പോകുന്നത്. അമ്മയെ വിളിച്ചു. അമ്മ പറഞ്ഞു, മോള് പോയിട്ട് വാ, എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്. അങ്ങനെ അരുന്ധതി ഒറ്റയ്ക്ക് അയ്യപ്പൻകാവിൽ പോയി. വിളക്ക് കൊളുത്തി അയ്യപ്പൻ്റെ മുന്നിൽ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചു. ഒരുപാട് സന്തോഷം ആ മുഖത്തുണ്ടായിരുന്നു. അതിനുശേഷം അവൾ അവിടുന്ന് മടങ്ങി. തിരിച്ച് വരുന്ന വഴിയിൽ ഇരുട്ട് വീണു തുടങ്ങി. സന്ധ്യാസമയം കഴിഞ്ഞു. കുറച്ച് വൈകി. ഇരുട്ടായതുകൊണ്ട് അവൾക്ക് ചെറിയ ഭയമൊക്കെ ഉണ്ടായിരുന്നു. നടന്നു വരുന്ന വഴിയിൽ ഒരു ചെറിയ സർപ്പം. അത് കണ്ട് അവൾ വല്ലാതെ പേടിച്ചു. എന്നിട്ടും അവൾ മാറി നടക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ മറ്റൊരു സർപ്പം. അവൾ തിരിഞ്ഞോടാൻ ശ്രമിച്ചു. ഒരു കല്ലിൽ തട്ടി അവൾ വീണു. അതിൽ ഒരു സർപ്പം അവളെ കൊത്തി. അരുന്ധതിയുടെ ബോധം നഷ്ടപ്പെട്ടു. പക്ഷേ വെറുതെ ഒരു പാമ്പ് യാദൃശികമായി വന്നതല്ല അവിടെ. തമ്പിയും തമ്പിയുടെ സുഹൃത്തും അവിടെ പാമ്പുകളെ കൊണ്ടിട്ടിരുന്നതാണ്. അങ്ങനെ അവരുടെ ലക്ഷ്യം പൂർത്തിയായി. പാമ്പുകളെ ഉപയോഗിച്ച് ചെറുമകളെ അപായപ്പെടുത്തി. അവർ മനസ്സുകൊണ്ട് സന്തോഷിച്ചു. നേരം ഇത്ര വൈകിട്ടും മകളെ കാണാത്തത് കൊണ്ട് ഭാനുമതി തിരക്കിയിറങ്ങി. വഴിമധ്യേ ബോധമില്ലാതെ കിടക്കുന്ന മകളെ കണ്ട് ഭാനുമതി ഓടി അടുത്തു ചെന്ന് മോളെ മോളെ എന്ന് പല ആവർത്തി വിളിച്ചു. ആ കുട്ടി അനങ്ങുന്നില്ല. ഭയന്ന് ഭാനുമതി അലറി വിളിച്ചു. ആളുകൾ ഓടിക്കൂടി. അപ്പോഴാണ് അവളുടെ കാലിലെ മുറിവ് ഒരാൾ കാണുന്നത്. അപ്പോഴേ പറഞ്ഞു, പാമ്പ് കടിച്ചതാണ്, പെട്ടെന്ന് വൈദ്യരുടെ അടുത്തെത്തിക്കാം. അങ്ങനെ ആളുകളെല്ലാം കൂടി വൈദ്യരുടെ അടുത്തേക്ക് പോവുകയാണ്. പക്ഷേ അവിടെ എത്തിച്ചിട്ടും അവളെ രക്ഷിക്കാനായില്ല. അവൾ എന്നേക്കുമായി ഈ ഭൂലോകത്തു നിന്നും വിട പറഞ്ഞു. ഒരുപാടധികം വേദനയോടെ ഭാനുമതി പൊട്ടിക്കരഞ്ഞു. ആ വീടൊരു കണ്ണീർ കടലായി. പക്ഷേ ആ വീട്ടിലെ ഒരാൾക്ക് മാത്രം സന്തോഷമായി, രാജേന്ദ്രൻ തമ്പിക്ക്. പക്ഷേ അധികനാൾ ആ സന്തോഷമുണ്ടായില്ല. വിഷസർപ്പങ്ങളുടെ കടിയേറ്റ് രാജേന്ദ്രൻ തമ്പിയും മരണപ്പെട്ടു. അത് എങ്ങനെ? വീടിനകത്ത് ധാരാളം വിഷസർപ്പങ്ങൾ എത്തി മാറി മാറി കടിക്കുകയായിരുന്നു. ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല. പക്ഷേ അതാണ് സത്യം. അത് എങ്ങനെ? എന്തുകൊണ്ട്? ഇതൊക്കെ ഇപ്പോഴും ചുരുളഴിയാത്ത രഹസ്യമാണ്. അതിനുശേഷം സന്ധ്യ കഴിഞ്ഞാൽ അയ്യപ്പൻകാവിലെ ആ ഇരുൾ വീണ വഴികളിലൂടെ ആളുകൾക്ക് വരാനും പോകാനും ഭയമാണ്. അത് അരുന്ധതിയെ ഭയന്നിട്ടാണോ? അരുന്ധതി ആരെയും ഉപദ്രവിക്കില്ല. അവൾ അന്നും ഇന്നും സാധുവാണ്. ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത ഒരു പാവം പെൺകുട്ടി.